മധുരയിലെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിർണായക PB യോഗം പൂർത്തിയായി. പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിക്ക് സാധ്യതയെന്ന് സൂചന. അന്തിമ തീരുമാനം നാളെ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അറിയാൻ സാധിക്കും. പിണറായി വിജയന് പ്രായപരിധിയിൽ ഇളവ് നൽകുന്നതിൽ നാളെ തീരുമാനമുണ്ടാകും. സ്ഥാനമൊഴിയുന്ന നേതാക്കളുടെ പുതിയ ചുമതലകളിലും തീരുമാനം വന്നേക്കും. വിവരങ്ങൾ നൽകാനായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, നാളെയാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ളൊരു തീരുമാനം നമുക്ക് അറിയാൻ സാധിക്കുക. എന്തുതന്നെയായാലും പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിക്ക് സാധ്യത എന്നൊരു സൂചനയാണ് നിലനിൽക്കുന്നത്. നിരവധി വാദപ്രതിവാദങ്ങളും രണ്ട് ചേരി എന്ന രീതിയിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരു സംസാരവും തീരുമാനങ്ങളും ഒക്കെ നിലനിന്ന സാഹചര്യത്തിലാണ് ഇത്തരൊരു സൂചന എന്നുള്ള രീതിയിൽ വാർത്ത പുറത്തോട്ട് വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സുധീഷ്? CPM പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിലവിലുള്ള PBയുടെ ഏറ്റവും അവസാന യോഗമാണ് ഇന്നിപ്പോൾ ചേർന്നിട്ടുള്ളത്. നാളെ ഇനിയും കേന്ദ്ര കമ്മിറ്റി യോഗമാണ് ചേരുന്നത്. അതിനുശേഷം പുതിയ ജനറൽ സെക്രട്ടറിയുടെ പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ പുതിയ ജനറൽ സെക്രട്ടറി ആരെ എന്നത് സംബന്ധിച്ച് അടക്കമുള്ള കാര്യങ്ങളിൽ നാളെ രാവിലെ കൂടുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് അന്തിമ തീരുമാനമുണ്ടാകുക. നിലവിൽ കേരളത്തിൽ നിന്നുള്ള MA ബേബിക്ക് തന്നെയാണ് ഏറ്റവും സാധ്യത കൽപ്പിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കിസാൻ സഭ ദേശീയ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള അശോക് ദവാളയുടെ പേരും ബംഗാൾ ഘടകവും മറ്റും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ കൂടുതൽ സാധ്യത MA ബേബിക്ക് തന്നെ എന്ന ഒരു വിലയിരുത്തലാണ് നിലനിൽക്കുന്നത്. ഇന്നിപ്പോൾ കൂടിയ PBയിൽ പ്രധാനമായും ചർച്ച ചെയ്തത് ഇന്ന് പാർട്ടിയുടെ സംഘടനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കരട് സംഘടനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കുള്ള മറുപടി എന്താവണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഏറ്റവും പ്രധാനമായി വന്നത് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് നമുക്കറിയാം കേരള ഘടകത്തിൽ നിന്നടക്കം പാർട്ടിയിലെ ദൗർബല്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനെല്ലാം നാളെ മറുപടി പറയേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലുള്ള ഒരു അന്തിമ തീരുമാനം അത് ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ നാളെ കേന്ദ്ര കമ്മിറ്റി കൂടുമ്പോൾ അതിൽ പുതിയ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ആരൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്, അതോടൊപ്പം തന്നെ PBയിലേക്കുള്ള ഒഴിവിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണം എന്ന കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക നാളെ രാവിലെ ചേരുന്ന ഏറ്റവും നിർണായകമായ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാവും. കേരളത്തിൽ നിന്നും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് 3 ഒഴിവുകളാണുള്ളത്. അതിൽ AK ബാലനും PK ശ്രീമതിയും ഒഴിഞ്ഞ 2 ഒഴിവുകളും അതോടൊപ്പം തന്നെ മെമ്പർഷിപ്പിലുണ്ടായ വർധനവിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച 1 ഒഴിവ്, അങ്ങനെ 3 പേരെയാണ് പരിഗണിക്കുന്നത്. അതിലേക്ക് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് TP രാമകൃഷ്ണൻ, അതോടൊപ്പം തന്നെ PK ബിജു, അതോടൊപ്പം TN സീമ എന്നിവരുടെ പേരാണ് ഏറ്റവും പ്രധാനമായും പരിഗണിക്കുന്നതെന്നാണ് അറിയുന്നത്. പുത്തലത്ത് ദിനേശൻ അടക്കമുള്ള പേരുകളും പരിഗണനയിലുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ എടുക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായും പരിഗണിക്കപ്പെടുന്നത് ആദ്യം പറഞ്ഞ 3 പേരുകൾ, അതായത് PK ബിജു, അതോടൊപ്പം തന്നെ TP രാമകൃഷ്ണൻ, അതോടൊപ്പം തന്നെ TN സീമ എന്നീ 3 പേരുകളാകും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന നിലവിൽ നിലനിൽക്കുന്നത്.